അർജുനെ കാണാതായിട്ട് 1 മാസം. ശിരൂരിൽ മണ്ണിടിഞ്ഞിട്ട് ഇന്നേക്ക് 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് അർജുനെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഈശ്വർ മാൽപേ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ മുങ്ങിത്തപ്പി അർജുന്റെ ലോറിയുടെ ജാക്കി, അതേപോലെ കയർ എന്നിവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അർജുന്റെ ലോറി അർജുൻ അവിടെയുണ്ടോ എന്നൊരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. മുങ്ങൽ വിദഗ്ധർക്ക് അത് ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്. കാരണം ഇത്രയേറെ മണ്ണും പാറയും വന്ന് അടിഞ്ഞൊരു സ്ഥലത്ത് മുങ്ങൽ വിദഗ്ധർ പോയിട്ട് അവിടുന്ന് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ കിടക്കുന്നത് മൊത്തം കല്ലും മണ്ണും നിറഞ്ഞ് പാറയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. കാരണം പുഴയുടെ നടുക്കിലായിട്ട് വലിയ മൺകൂനകൾ വന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. മുങ്ങൽ വിദഗ്ധർ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മണ്ണിന്റെ അടിയിലാണ് ഈ വാഹനം കിടക്കുന്നതെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ആ തെരച്ചിൽ നടത്തി ആ വണ്ടി ഉണ്ടോ എന്ന് നോക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇതുവരെയായിട്ടും അവിടെ എത്തിച്ചിട്ടില്ലെന്ന് തന്നെയാണ് സത്യം. കാരണം സ്ലെഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെയായിട്ടും ആ സ്ലെഡ്ജർ അവിടെ കൊണ്ടുവന്നിട്ടില്ല. അതിനുവേണ്ടി കർണാടക സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പൊ നിലവിൽ അവിടെ ഗോവയിൽ നിന്ന് സ്ലെഡ്ജർ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ അവിടെ കടൽ മാർഗം വഴിയാണ് ഈ സ്ലെഡ്ജർ കർണാടകയിലേക്ക്, ശിരൂരിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. 1 കോടി രൂപയോളം ഏകദേശം ചെലവ് വരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയും രൂപ മുടക്കി ആ വണ്ടിയും അതേപോലെ അർജുനെയും കണ്ടെത്തണമോ എന്നാണ് ഇപ്പൊ സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ജീവനാണ് ആ കുടുംബത്തിലെ വ്യക്തി, ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് പറ്റിയ വിഷമത്തിൽ ആ കുടുംബം വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അർജുനെ എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ആ കുടുംബം കഴിയുന്നത് തന്നെ. അപ്പോൾ അതില് പൈസയല്ല നമ്മൾ നോക്കേണ്ടത്. കാരണം പൈസക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ പൈസ അധ്വാനിച്ചുണ്ടാവുന്ന കാര്യമാണ്. ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്രയും ഒരാളെ കിട്ടക്ക് വേണ്ടിയിട്ട് ഇത്രയും രൂപ മുടക്കണമോ എന്നുള്ള രീതിയിലാണ് സർക്കാരുകൾ തന്നെ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് നമ്മൾ ജനങ്ങൾ കാണുന്നത്. എങ്ങനെയെങ്കിലും ആ കുടുംബത്തിന് ഒരു ആശ്വാസമായിട്ട് ആ അർജുന്റെ ശരീരഭാഗമോ കിട്ടുക എന്നുള്ളത് നമ്മുടെ ജനങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ്. കാരണം ആ അർജുനെ കണ്ടെത്തുക ഇത്രയും 1 മാസത്തിലേറെയായി എങ്കിൽ പോലും അതിൽ നിന്ന് അർജുനെ കിട്ടിയാൽ ജീവനുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും മാസങ്ങളായി, 30 ദിവസത്തിലേറെയായി ഈ സംഭവം നടന്നിട്ട്. അപ്പോ സർക്കാരുകളുടെ ചിന്ത ഈ ലോറി കണ്ടെത്തിയാൽ ആ ലോറിക്ക് കിട്ടുന്ന ഇൻഷുറൻസ് തുക, ആ തുകക്ക് വേണ്ടിയിട്ട് സർക്കാർ ഇത്രയും പണം മുടക്കി 1 കോടി രൂപ മുടക്കി ഇത് ചെയ്യണമോ എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ വണ്ടി കിട്ടി ആ ഇൻഷുറൻസ് തുക അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളതൊന്നുമല്ല നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് അർജുൻ എന്നുള്ള വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത്, വണ്ടിയല്ല. നമ്മൾ അർജുൻ എന്നുള്ള വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഈ അർജുന്റെ പുറകെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു നടന്നത്. അപ്പൊ നമുക്ക് അർജുൻ എന്നുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത് സർക്കാരുകൾ അത് വളച്ചൊടിച്ചു. ആ വണ്ടി കിട്ടിയാലാണ് ആ അദ്ദേഹത്തിന്റെ, അതായത് മനാഫ് എന്ന വ്യക്തിയുടെയാണ് ഈ വണ്ടി. അർജുൻ ഓടിച്ച വണ്ടി മനാഫ് എന്ന വ്യക്തിയുടെയാണ്. ആ മനാഫ് എന്ന വ്യക്തിയുടെ വണ്ടിക്ക് അയാൾക്ക് ഇൻഷുറൻസ്, വണ്ടി കിട്ടിയാലുള്ളൂ അയാൾക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും പൈസ മുടക്കിയിട്ട് ഇൻഷുറൻസ്. അങ്ങനെയാണെങ്കിൽ ആ അദ്ദേഹത്തിന് ഇവര് ചെലവാക്കണ പൈസ അദ്ദേഹത്തിന് കൊടുത്താൽ പോരെ? ഇൻഷുറൻസ് കിട്ടുന്ന പൈസ ഏകദേശം അത്രയല്ലേ ഉണ്ടാവുള്ളൂ, ഇത് കൊടുക്കണ്ടല്ലോ. പക്ഷെ അതല്ല. അപ്പോഴും നമുക്ക് തെരച്ചിലാണ് പ്രധാനം, അദ്ദേഹത്തിന് പൈസ കിട്ടുന്ന കാര്യത്തിലല്ല. കാരണം ഈ 1 കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വണ്ടിയുടെ പൈസയാവില്ലേ? ആ സർക്കാർ ചെലവ് ഇപ്പൊ എത്ര നഷ്ടം വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പൈസ അങ്ങോട്ട് കൊടുത്താൽ പോരെ. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അവിടെ നടന്ന സംഭവം എന്താണെന്ന് അർജുൻ മാത്രമല്ല, അർജുന്റെ കൂടെ തന്നെ വേറെ 2 പേരെയും കൂടി കാണാനുണ്ട്. ഈ 3 വ്യക്തികളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടു കിട്ടുക എന്നുള്ള ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇതില് സർക്കാർ രാവിലെ ചർച്ച നടത്തും, വൈകുന്നേരം ചർച്ച നടത്തും. അത് ചെയ്തിട്ട് എന്താ കാര്യം? ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം, അത്രയും മൺകൂനകൾ നടുക്കിൽ നിൽപ്പുണ്ട്, അത് മാറ്റി
നോക്കിയാൽ മാത്രമാണ് അവിടെ വണ്ടിയുണ്ടോ, അതിൽ ആളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോ പരമാവധി സർക്കാരുകൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം മനാഫ് തന്നെ വാർത്തയിൽ പറഞ്ഞു, കാരണം നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് അനുവാദം മാത്രം തന്നാൽ മതി. ഈ അനുവാദം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അനുവാദത്തില് നിങ്ങളുടെ അനുവാദം കൊണ്ട് ഈ പൈസ ഞാൻ മുടക്കിക്കോളാം എന്ന് ഈ വാഹന ഉടമയായ മനാഫ് വരെ പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടാനാണെങ്കിൽ അദ്ദേഹം ഇതിന്റെ ചെലവ് വഹിക്കാമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ വണ്ടി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമല്ല നമ്മൾ ഈ തിരച്ചിൽ നടത്താൻ സർക്കാരുകളോട് നമ്മൾ പറയുന്നത്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഈ വാഹനം കണ്ടെത്തി അതിൽ അർജുൻ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പാടുപെട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതേപോലെ പറയുന്നത്. അതല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കല്ല. അപ്പൊ നമുക്ക് നമ്മുടെ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ അർജുനെ എങ്ങനെയെങ്കിലും